നമസ്കാരം. സമാദരണീയനായ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള വേദിയിലെ എല്ലാ അതിഥികളെയും ഞാൻ ആദരപൂർവ്വം വണങ്ങുന്നു. ഹിന്ദു ഐക്യവേദിയുടെ ഈ കൺവെൻഷനെ ഞാൻ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ബാബുവേട്ടൻ പൂവമ്പഴം കൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. സംസാരിക്കാൻ നിൽക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതാനും മിനിറ്റുകൾ എടുക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ദേശമാണ് പ്രധാനമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ രാജ്യത്തിന്റെ സകല സമ്പത്തും ദേശത്തിൻ്റെതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ പരലോകത്തിന് വേണ്ടി മരിക്കാൻ പരാക്രമം കാണിക്കുന്നവരാണ്. അവരെയാണ് ഞാൻ തീർച്ചയായും എന്തെങ്കിലും ഒരു കോസിന് വേണ്ടി ഒരു ഇന്ത്യൻ പൗരൻ മരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ദേശത്തിന് വേണ്ടി മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മുനമ്പത്തെ പ്രശ്നത്തെ ഇവിടെ ആദരണീയനായ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ, എനിക്ക് ഗുരുതുല്യനായ KS രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഈ കൺവെൻഷൻ ഊന്നി വിശ്വസിക്കുകയും ഉറക്കെ പറയുകയും ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അതീതമായ ഒരു ശക്തിയും ഈ രാജ്യത്ത് ഭരണത്തിന്റെ അല്ലെങ്കിൽ തണലിൽ വിരിഞ്ഞു വരാൻ പാടില്ല. വഖഫ് ബോർഡ്, വഖഫ് നിയമങ്ങൾ മാറണം, വഖഫ് നിയമങ്ങൾ അടിയന്തരമായി അടിസ്ഥാനപരമായി പരിഷ്കരിക്കണം എന്ന് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നതിന്റെ യഥാർത്ഥ കാരണം ഇവിടെ പറഞ്ഞതിനപ്പുറത്താണ്. ഞാൻ പറയേണ്ട ചില കാരണങ്ങളുണ്ട്. വഖഫ് ബോർഡിന്റെ ഇരകളായി തീർന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്ന് തെളിവുകൾ വെച്ച് ഞാൻ പറയും. വഖഫ് ബോർഡിന്റെ പരാക്രമങ്ങൾക്ക്, അതിക്രമങ്ങൾക്ക്, തീരാത്ത ലിറ്റിഗേഷൻ, ഒരിക്കലും തീരാത്ത കേസുകൾ, ഇതിനൊക്കെ ഇപ്പോ ടീച്ചർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. ഒന്നും വേണ്ട, നമ്മളിപ്പോ നിസാർ കമ്മീഷനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, പരാമർശിച്ചല്ലോ. നിസാർ കമ്മീഷന്റെ വളരെ ദീർഘമായ റിപ്പോർട്ടാണ് 2007 VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊണ്ടുവന്നു. 2009 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ഞാൻ പല കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ സങ്കടം വരും. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇപ്പൊ വേണമെങ്കിൽ അതിന്റെ ഇപ്പൊ വഖഫ് നിയമത്തിന്റെ ഇരകളായി തീർന്ന, അതിനുവേണ്ടി അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന മുനമ്പത്തെ പാവങ്ങളായ 614 കുടുംബങ്ങൾ, അല്ലെ 610 കുടുംബങ്ങൾ, 10,000-ഓളം മനുഷ്യർ, ഇവരൊക്കെ നയിക്കുന്ന സമരത്തെ തീർച്ചയായിട്ടും ഞങ്ങൾ ഐക്യപ്പെടുന്നത് അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രമല്ല, അവര് പോലും അറിയാതെ, ഒരുപക്ഷെ അവരുടെ അച്ഛനമ്മമാരറിയാതെ ഈ വഖഫ് നിയമത്തിന്റെ ഇരകളായി തീർന്ന കൂട്ടരാണ്. ആ പട്ടികയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇപ്പൊ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് നോക്കുമ്പോൾ നിസാർ കമ്മീഷൻ ഇവനാണ് പ്രതി, ഇവനാണ് കള്ളൻ എന്ന് നേർക്കുനേരെ, ഇവനാണ് കൊള്ളക്കാരൻ, ഇവനാണ് അക്രമി എന്ന് എണ്ണി പറഞ്ഞ കൂട്ടത്തെ എല്ലാ മുസൽമാന്മാരാണ്. വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന KA ജലീൽ സാറ്, വഖഫ് ബോർഡിന്റെ CEO ആയിരുന്ന BM ജമാല്, വഖഫ് സ്വത്ത് കൈയടക്കി വെച്ച പ്രമാണിമാര്, ഒരുപാട് പേര് KP ഇസ്മായിൽ ഹാജി, KP മൊയ്തീൻകുട്ടി ഹാജി, എത്രയോ പേരുടെ പേരുണ്ട്. വഖഫ് സ്വത്ത്, ഇപ്പൊ ഈ പ്രശ്നം ഇതാണ്, വഖഫ് സ്വത്ത് കയ്യേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? നിസാർ കമ്മീഷൻ തന്നെ പറയുന്നു വഖഫ് സ്വത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കയ്യേറിയിട്ടുള്ളത് മുസ്ലിം പ്രമാണിമാരാണ്. അതുകൊണ്ട് വഖഫ് നിയമം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇരകളായിരിക്കുന്നത് ഈ പ്രമാണിമാര് കയ്യേറിയിട്ട് കൈമാറി വിറ്റഴിച്ചിട്ട് പിന്നീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. 3-4 തലമുറകൾക്ക് ശേഷം അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന പാവപ്പെട്ട മുസൽമാനുമാണ്. അതുകൊണ്ട് വഖഫ് നിയമം പരിഷ്കരിക്കേണ്ടത് ഇന്ത്യയിൽ ആദ്യം പാവപ്പെട്ട മുസൽമാന്റെ കൂടി അവകാശമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. വഖഫ് നിയമം ഏറ്റവും കൂടുതൽ ആ നിയമത്തെ വെല്ലുവിളിച്ചതും ആ നിയമത്തിനെതിരായി വഖഫ് ഭൂമി കൈയടക്കി വെച്ചതും അത് വഴിമാറി വിറ്റതും ഒക്കെ മുസ്ലിം പ്രമാണിമാരുടെ പട്ടിക വളരെ വലുതാണ് എന്ന് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റിസ് നിസാർ നമ്മുടെ ലോ സെക്രട്ടറി കൂടിയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം നമ്മുടെ നിയമകാര്യ സെക്രട്ടറി ആയിരുന്നു, ജഡ്ജിയായിരുന്നു. ആ റിപ്പോർട്ട് ഒന്ന്, വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, വഖഫ് ബോർഡ് ഭരണകൂടത്തിനെതിരാണ്. ആരാണ് വഖഫ് ബോർഡ്? വഖഫ് ബോർഡ് ഇന്ത്യയിൽ 32 വഖഫ് ബോർഡ് ഉണ്ട്. സെൻട്രൽ വഖഫ് ബോർഡ് ആയാലും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളായാലും ഈ വഖഫ് ബോർഡുകളെല്ലാം കൂടി ചേർന്ന് 32 ഉണ്ട്. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എല്ലാം ചേർന്നിട്ട് ഈ വഖഫ് ബോർഡിനെ നിയമിക്കുന്നത് അതാത് ഗവൺമെന്റുകളാണ്. കേന്ദ്ര വഖഫ് ബോർഡിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കും, പക്ഷേ സ്റ്റേറ്റ് വഖഫ് ബോർഡിനെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നിയമിക്കും. പക്ഷെ അപകടം എവിടെയാണെന്നറിയോ? ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും അതിന്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റില്ല. ആരെ നിയമിക്കണം? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോഴത്തെ വഖഫ് ബോർഡിൽ 10 പേരുണ്ട്.
10 പേര് അഡ്വക്കേറ്റ് സക്കീറാണ് ചെയർമാൻ. എന്തിനാണെന്ന് അറിയില്ല, നമ്മുടെ നികുതി പണം തിന്നു മുടിക്കാനായിട്ട് ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ച ചില പോസ്റ്റുകളുണ്ട്. അഡ്വക്കേറ്റ് സക്കീർ ആരായിരുന്നു? 5 കൊല്ലം PSC ചെയർമാൻ. അതിന്റെ പെൻഷനും കാര്യങ്ങളുമായിട്ട് പിന്നെ അദ്ദേഹം വരുന്ന വഖഫ് ബോർഡിനെ ഭരിക്കാൻ. അതേ സക്കീർ PSC ചെയർമാൻ ആയിരിക്കാൻ അഡ്വക്കേറ്റ് ആവണമെന്നില്ല. വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കാൻ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് ഇരിക്കാവുന്ന പോസ്റ്റാണ്. അതിനും വക്കീലാവണ്ട. ഈ ഒരു വക്കീലിനെ സ്ഥിരമായിട്ട് CPM ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഈ അടുത്ത് ഇത് തീരുമ്പോഴേക്ക് ഏത് പോസ്റ്റാണ് ഒഴിവ് വരികയെന്ന് എനിക്കറിയില്ല. അഡ്വക്കേറ്റ് സക്കീറാണ് ഒന്ന്. ഒരു സക്കീർ ഹുസൈനാണ് അതിന്റെ CEO. ഇത് രണ്ടും കഴിച്ച് 10 പേരാണ് അതിനകത്തുള്ളത്. ഈ 10 പേരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഞാൻ പറയുന്നത് ആരധികാരത്തിൽ വന്നാലും മാറ്റാനാവില്ല അതിന്റെ ഘടന. ഇപ്പോ ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഭരണം 5-8 കൊല്ലമായല്ലോ. ഈ ഗവൺമെന്റിന്റെ വഖഫ് ബോർഡും ഒരു കാര്യമില്ല. 10-20 കൊല്ലമായിട്ട് ആരാണോ അതിനകത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്നത്, ആരാണോ അതിനകത്ത് കൊടിയ അഴിമതികൾ നടത്തിയത്, ആരാണോ വലിയ ക്രമക്കേടുകൾ നടത്തിയത്, ആരാണോ വലിയ ജനദ്രോഹം നടത്തിയത്, അവർ തന്നെയാണ് ഇപ്പോഴും. എന്താ കാരണം എന്നറിയോ? ഇതിനകത്ത് 2 കോട്ടയുണ്ട്. ഒന്ന് മുത്തവല്ലി കോട്ട എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ സ്വത്ത്, വഖഫിന്റെ സ്വത്ത് അതാത് പ്രദേശങ്ങളിൽ അതിന്റെ കൈകാര്യകർത്താക്കളായി ഏൽപ്പിച്ചു കൊടുത്തവർക്കാണ് മുത്തവല്ലി എന്ന് പറയാ. പള്ളിയാണെങ്കിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി, അല്ലെങ്കിൽ യത്തീംഖാനയാണെങ്കിൽ അതിന്റെ സെക്രട്ടറി. ഇങ്ങനെയുള്ള ആളുകളാണ്. എവിടെയാണോ വഖഫ് സ്വത്ത് ഉള്ളത് അതിന്റെ കൈകാര്യകർത്ത. ഇവരൊക്കെ കൂടി ഒരു യൂണിയൻ ആയാൽ 2 പേരെ തെരഞ്ഞെടുക്കാം. ആകെ 10 ചെയർമാനും CEOക്കും വോട്ടില്ല, സാധാരണ ഇതിൽ ചെയ്യാറില്ല. പിന്നെ 8 8-നകത്ത് നിന്ന് മുത്തവല്ലിമാര് 2. ആരാ ഇപ്പോന്നറിയോ? MC മായനാജിയാണ് ഒന്ന്. എത്ര കാലമായിട്ട് MC മായനാജി മുസ്ലിം ലീഗിന്റെ നേതാവാണെന്ന് മാത്രമല്ല സുന്നികളുടെ നേതാവാണ്. വഖഫ് ബോർഡിൽ അദ്ദേഹം ഇരുന്ന കാലത്ത് ഒരിക്കലും തീരാത്ത തരത്തിലുള്ള അഴിമതിയുടെ വലിയ കറപുരണ്ട മനുഷ്യനാണ്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. സാക്ഷാൽ ഈ നമ്മൾ പറയുന്ന ഇരട്ടച്ചങ്കന്മാരൊക്കെ നാട് ഭരിക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവർക്കൊരു ഇളക്കവും തട്ടിയിട്ടില്ല വഖഫ് ബോർഡിൽ. 2 മുത്തവല്ലിമാരുടെ കോട്ടയിൽ വന്ന ഒരാൾ അഡ്വക്കേറ്റ് PV സൈനുദ്ദീനാണ്. നമ്മുടെ തലശ്ശേരിയിലെ KE സാഹിബിന്റെ, തലശ്ശേരി മമ്മൂക്കൈ സാഹിബിന്റെ പുത്രനാണ്, അഡ്വക്കേറ്റാണ്. അദ്ദേഹമാണ് വേറൊരു മെമ്പർ. പിന്നെ ഈ മതസംഘടനകളുടെ പ്രതിനിധിയായിട്ട് പിന്നെ ഒരാള് ബാർ കൗൺസിലാണ്. ബാർ കൗൺസിൽ മിക്കവാറും അറിയാലോ, ഓരോരുത്തർക്ക് പറ്റിയവരെ നിയമിക്കും അതാത് കാലത്ത്. ബാർ കൗൺസിലിന്റെ ഒരു ഷാജഹാൻ, അഡ്വക്കേറ്റ് ഷാജഹാനാണ് ഇപ്പോ. ബാർ കൗൺസിലിന്റെ ഷാജഹാൻ ഈ കേസുകളിലൊക്കെ, ഇത്തരം കേസുകളിൽ നേരത്തെ പരാതി വന്നയാളാണ്. അദ്ദേഹം തന്നെ ആ കോട്ടയിൽ ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ആകെ എനിക്ക് തോന്നുന്ന മതസംഘടനകളുടെ പ്രതിനിധികളായിട്ട് വന്ന 2 സ്ത്രീകളുണ്ട്. ഒരാൾ ഒരു ശ്രീമതി റസിയാണ്, വേറെ ഒരു രഹനയാണ്. അറിയാലോ, കാരണം വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി മുസ്ലിം സംഘടനകൾക്ക് കൊടുക്കുമ്പോൾ ആരെയാണ് നിയമിക്കാൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 2 പിന്നെ ഉള്ളത് MLA-മാരാണ്. ഒന്ന് ഭരണകക്ഷി MLA ആണ്, ഒന്ന് പ്രതിപക്ഷ MLA ആണ്. ഒന്ന് ഭരണകക്ഷി MLA ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നൌഷാദ് MLA ആണ്. പ്രതിപക്ഷ MLA ആയിട്ട് P. ഉബൈദുള്ളയാണ്. MP-മാരുടെ കോട്ടയിൽ PV അബ്ദുൽ വഹാബാണ്. ഒന്ന് ആലോചിച്ചു, ഇവർക്ക് MP-മാരെ തെരഞ്ഞെടുക്കണമെങ്കിൽ തന്നെ എന്തെല്ലാം വഴിയുണ്ട്. ഇതിന് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇതിന്റെ ഒരു വലിയ പരിമിതിയാണ്. വഖഫ് ബോർഡിനെ നിയമിക്കുന്നത് അതാത് ഗവൺമെന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ BJP ഗവൺമെന്റ് ആണല്ലോ നിയമിക്കുക. ഗവൺമെന്റ് വിചാരിച്ചാലും പോലും ഇതിന് സംശുദ്ധമായ ഒരു ഭരണക്രമം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇതിന്റെ സ്ട്രക്ചർ അങ്ങേയറ്റം അപകടം പിടിച്ചതാണ്. അതാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ടാണ് നിയമം മാറണം, മൗലികമായി ഇത് പൊളിച്ചെഴുതണം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. ഒന്ന്, നിസാർ കമ്മിറ്റി നിയമിച്ചല്ലോ. ഞാൻ പറയുന്നത് കേരള ഗവൺമെന്റ് നിയമിച്ച നിസാർ കമ്മിറ്റി 1997 തൊട്ട് 10 കൊല്ലം 2007 വരെ വഖഫ് തിരിമറിയെക്കുറിച്ചുള്ള, അഴിമതിയെക്കുറിച്ചുള്ള കേസുകൾ വന്നപ്പോൾ, ധാരാളം പരാതികൾ വന്നപ്പോൾ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ്. 10 കൊല്ലത്തെ ക്രമക്കേടുകൾ സഹിക്കാൻ പറ്റാൻ 10 കൊല്ലത്തിൽ മാത്രമേ പരിശോധിച്ചിട്ട് വന്ന് അത് പരിശോധിക്കാൻ വേണ്ടി നിയോഗിച്ച നിസാർ കമ്മിറ്റി. എന്നാ നിസാർ കമ്മിറ്റി വന്നത്? 2007, എന്റെ ഓർമ്മ 2007 ഏപ്രിൽ മാസം 5-ാം തീയതി, ഏപ്രിൽ മാസം 4-ാം തീയതിയോ മറ്റാണ് ആ കമ്മിറ്റി നിയമിച്ചത്. 10 ദിവസത്തിനകം അടിയന്തരമായി നമ്മുടെ വഖഫ് ബോർഡ് ചേർന്നു. വഖഫ് ബോർഡ് ആദ്യം പാസാക്കിയ പ്രമേയം എന്താണെന്നറിയോ? ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളെ പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചത് നിയമവിരുദ്ധമാണ്. ആലോചിച്ചപ്പോൾ ഒരു സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ്, ജുഡീഷ്യൽ ബോഡിയാണ്. ആ നിയമിക്കുന്നത് ഞങ്ങളോട് ചോദിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവര് ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഭരണഘടനാതീതമായ ഒരു ശക്തിയായിട്ട് വഖഫ് ബോർഡുകൾ മാറുന്നുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ പരിഷ്കരിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി നിസാർ കമ്മിറ്റി എന്താ കണ്ടെത്തിയത്? നിസാർ കമ്മിറ്റിക്ക് സർക്കാർ പറഞ്ഞു, നിങ്ങളെ ക്രമപ്പെടുത്താനും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ തിരുത്താനുമാണ് ഈ കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കണം. കമ്മിറ്റിയുടെ ശമ്പളം തീർച്ചയായിട്ടും വഖഫ് ബോർഡിന്റെ കയ്യിൽ നിന്നാണ് കൊടുക്കണം എന്ന് പറഞ്ഞു. കൊടുക്കൂല. അടുത്ത ഉത്തരവാദ, ഞങ്ങൾ കൊടുക്കൂല.
ഗവൺമെന്റിന്റെ തീരുമാനങ്ങളൊക്കെ നിരന്തരമായി ധിക്കരിക്കുന്ന ഒരു ബോഡിയായിട്ട് ഇത് നല്ല ബോധ്യമുണ്ടല്ലോ. സാക്ഷാൽ VS അച്യുതാനന്ദന് ബോധ്യമുണ്ട്. ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയെ പോലും പരിഗണിക്കാത്ത, ഗവൺമെന്റ് തന്നെ നിയമിച്ച വഖഫ് ബോർഡുകൾ ഭരണഘടനാതീതമായും ഗവൺമെന്റുകൾക്ക് അതീതമായും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ നിയമത്തിലാണ് മാറ്റം വരേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം അതാണ്. മാത്രമല്ല, ഈ കണ്ടെത്തിയതിൽ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, വഖഫ് ബോർഡിന്റെ അതിക്രമങ്ങൾക്ക് കേരളത്തിൽ ഇരയായവരുടെ പട്ടിക എടുക്കാൻ നമുക്ക്. പട്ടിക എടുത്താൽ നിർഭാഗ്യവശാല ഞാൻ മുനമ്പത്തെ സഹോദരന്മാരെ വഖഫ് ബോർഡിന് ഇതിനു മുമ്പ് പലയിടത്തായിട്ട് ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് 10,000-10,000 മനുഷ്യരെ ഒരുമിച്ച് വഖഫ് ബോർഡിന് ഇരയാകുന്നത് മുനമ്പത്താണ് എന്നേ ഉള്ളൂ. ആ സമരത്തോട് ഞങ്ങളൊക്കെ ഐക്യപ്പെടുന്നത് അതുകൊണ്ട് മാത്രമല്ല. ചെതറിയാണെങ്കിലും ആയിരക്കണക്കിന് മനുഷ്യന്മാർ കേരളത്തിന്റെ മണ്ണിൽ തന്നെ വഖഫ് ബോർഡിന്റെ അതിക്രമങ്ങൾക്കും തീരാത്ത നിയമ കുരുക്കുകൾക്കും ഇരയായിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു സഹോദരന്മാരായിട്ട് മാത്രമേ ഞാൻ മുനമ്പത്തെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും മുനമ്പത്തെ പ്രശ്നം മുനമ്പത്തെ പ്രശ്നം മാത്രമല്ല എന്നും, മുനമ്പത്തെ പ്രശ്നം ക്രിസ്ത്യാനികളുടേതോ അവിടുത്തെ ലത്തീൻ കത്തോലിക്കരുടേതോ അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ വിചാരിക്കുന്നത് ഈ ധീവര സമുദായത്തിന്റേതോ മാത്രമല്ല, അത് മുസൽമാന്റേതോ കൂടിയാണ് എന്ന് വിചാരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ്. ഇങ്ങനെ മൗലികമായി നമ്മുടെ രാജ്യത്തെ പൗരാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സമിതി ഭരണകൂടം തന്നെ നിയമിക്കേണ്ടി വരുന്നു. നിസ്സഹായരായി ഭരണകൂടം നിയമിക്കുന്ന സമിതികൾ പോലും ആ നിയമിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരായി അവരുടെ തീരുമാനങ്ങൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിന്റെ പരിഗണനയിലിരിക്കുന്ന ബില്ലിനെ കുറിച്ച് നമുക്ക് വേറെ വിശദമായ ചർച്ച നടത്താവുന്നതാണ്. ഞാനും ബാബുവേട്ടനൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ഷോൺ ജോർജിന് പ്രതീക്ഷ ഉണ്ടാവാം. എനിക്ക് പക്ഷേ ഇതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ജനാധിപത്യപരമായ രീതിയിലല്ല അതിന്റെ പോക്ക്. കാരണം ഇത് ഞാൻ പാർലമെന്ററി ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയിൽ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടത്, കൃത്യം ഒരു കൊല്ലം മുമ്പ് 2023 ഡിസംബർ മാസം 8-ാം തീയതി നമ്മുടെ രാജ്യസഭയിൽ ഒരു ബില്ല് വന്നിരുന്നു. UP-യിലെ ഒരു രാജ്യസഭാംഗം, UP-യിലെ BJP-കാരനായ ഒരു രാജ്യസഭാംഗം, അദ്ദേഹത്തിന്റെ പേര് ഹരിനാഥ് സിംഗ് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം കറക്റ്റ് ബില്ല് കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിന്റെ ബില്ല് എന്താണെന്നറിയോ? വഖഫ് ആക്ട് റിപ്പീൽ ബില്ലെന്നാണ്. വഖഫ് റിപ്പീൽ ആക്ടാണ് അത്. പക്ഷേ സ്വകാര്യ ബില്ലായി പരിഗണിച്ചു. സ്വകാര്യ ബില്ലായി പരിഗണിക്കുന്നത് എന്തിനാണ്? അതിന്റെ സത്ത ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ ബില്ല്, ഒഫീഷ്യൽ ബില്ല് വരാൻ വേണ്ടിയാണ്. സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ആ ബില്ലിന്റെ താല്പര്യങ്ങൾ വലിയ തോതിൽ വെള്ളം ചേർത്താണ് ഒഫീഷ്യൽ ബില്ല് വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ ബില്ലിൽ മൗലികമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ ആകെ ഉള്ളത് ഈ ജില്ലാ കലക്ടർക്ക് അധികാരം കൊടുക്കുന്നു, വഖഫ് ട്രിബ്യൂണലിന് ഒരു കാലപരിധി വെക്കുന്നു. മൗലികമായി വേണ്ടതൊന്നുമല്ല. വഖഫ് ബോർഡിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ കഴിയുമോ? വഖഫ് ബോർഡിൽ ആരൊക്കെയാണ് പ്രതിനിധികൾ എന്ന് വെക്കുന്നതിന് ഇപ്പൊ അമുസ്ലിം പ്രതിനിധികളാവാം എന്നൊരു ക്ലോസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭൂസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ തീർക്കുന്നത് എപ്പോഴും നല്ലത് ആ സമുദായക്കാരല്ല. മറ്റാരെങ്കിലും ഉണ്ടായാൽ ന്യായമായ തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ തീർക്കാൻ നല്ലത് എപ്പോഴും ഒരു അമുസ്ലിം പ്രതിനിധികൾ അതിലുണ്ടാകുന്നതാണ്. പക്ഷേ ആര് വന്നാൽ പോലും അത്തരത്തിൽ മൗലികമായ മാറ്റങ്ങൾ വരുത്താനാവുമോ? ഒന്ന്. രണ്ട്, ഇത് വേണമെങ്കിൽ ഇപ്പൊ ഈ ഒഫീഷ്യൽ ബില്ല് പോലും JPC-ക്ക് അയക്കാതെ പാസ്സാക്കാമായിരുന്നില്ലേ? JPC-ക്ക് പല ബില്ലുകൾ അയച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ ന്യായം പറയാം. പക്ഷേ പാർലമെന്റിൽ പോലും ആവശ്യത്തിലധികം ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ച് മൗലികമായ ഭരണപരിഷ്കാരങ്ങൾ നടത്തി കാണിച്ച ഒരു ഗവൺമെന്റിന്റെ പേരാണല്ലോ നരേന്ദ്രമോദി സർക്കാർ. JPC കാണിച്ച പണിയുണ്ടോ? തട്ടിപ്പ്. രണ്ടു കൂട്ടരും മത്സരിച്ച് JPC-ക്ക് പരാതി അയപ്പിച്ചു. മന്ത്രി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടത് 1.25 കോടി പരാതികൾ കിട്ടിയിട്ടുണ്ട് JPC-യുടെ മുമ്പിൽ. ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട്, എന്തിനാ JPC? ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് പാർലമെന്റിൽ വെച്ചിട്ട് പാസ്സാക്കി എടുക്കാനാണ് ഇപ്പൊ എന്താ നടക്കുന്നത്. JPC കൂടുമ്പോഴൊക്കെ JPC അംഗങ്ങൾ, ഈ ഇന്ത്യൻ പാർലമെന്റിൽ അംഗത്വമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ട്. അതിലില്ലാത്ത ഒരു കോത്താമ്പിയും ഒരു ഭീകരനും ഇനി ബാക്കിയില്ല. ഇവർക്ക് എന്താ പണി? ഇവര് യോഗം ചേർന്നാൽ പറയുന്നത് എന്തിനാ JPC അംഗത്വം സ്വീകരിച്ചത്? യെസ്, ഐ ഹാവ് ടു ഡു സംതിങ് ദെയർ. അങ്ങനല്ലേ? അവിടെ പോയിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട്, ചെയ്യാനുണ്ട്, ഡ്രാഫ്റ്റിൽ ഭേദഗതി നിർദ്ദേശിക്കാനുണ്ട്. അതിനല്ലേ യോഗം ചേരുമ്പോൾ ഒറ്റ വാക്യമേ ഇവർ പറഞ്ഞിട്ട് പിന്നെ തല്ലാണ്. എന്താണ്? ഈ ബില്ല് പിൻവലിക്കണം. ബില്ലിൽ ഭേദഗതി നിർദ്ദേശിക്കാനല്ല പോണത്, ബില്ല് പിൻവലിക്കണം. ബില്ല് പിൻവലിക്കാനാണെങ്കിൽ എന്തിന് JPC? നമ്മുടെ നികുതി പണം കൊണ്ട് വലിയ ചെലവിലാണ് JPC യോഗങ്ങൾ ചേരുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ JPC ചേർന്നല്ലോ. അപ്പൊ JPC തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല JPC-ക്ക് മത്സരിച്ച് രണ്ടു കൂട്ടർ, ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് രണ്ടു പക്ഷത്തുനിന്ന് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ മുസ്ലിം മഹല്ലുകളിൽ ഇങ്ങനെ കത്ത് വന്നു അടിയിൽ ഒപ്പിട്ടിട്ട് അയക്കണം. എന്തിനാണ്?
വഖഫ് ബില്ല് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടു കൂട്ടരും ക്യാമ്പയിൻ നടത്തിയതിന്റെ ഫലം കൂടിയാണ് ഇപ്പോ 2 കൂട്ടരോ 4 കൂട്ടരോ എത്ര കൂട്ടരാലും ക്യാമ്പയിൻ നടത്തിയതിന്റെ ഫലം കൂടിയാണ് ഈ JPC ബുദ്ധിമുട്ട്. JPC മുമ്പിൽ ഇപ്പോൾ 1.25 കോടി ഉണ്ടെന്ന് മന്ത്രി പറയുന്നു. അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം പാർലമെന്റിലേക്ക് വരാൻ. പാർലമെന്റിൽ വന്നാൽ തന്നെ അത് പാസ്സാവുകയാണെങ്കിൽ എന്ന് പാസ്സായാൽ തന്നെ ഈ നിയമത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മൗലികമായ പരിഷ്കാരങ്ങൾ ഉണ്ടോ? ഞാൻ വിസ്തരിച്ച് വായിച്ചു നോക്കുമ്പോൾ ഈ നിലവിലുള്ള ചിലതൊക്കെ ഒന്ന് ക്രമീകരിക്കുക ഒരുപക്ഷെ തുടക്കം എന്ന നിലയിൽ നല്ലതാണ്. ഒന്ന്, ഇനി കൂട്ടത്തിൽ ഞാനൊരു സങ്കടം കൂടി പറയട്ടെ. 2013 ഈ ബില്ല് 2013 ഇപ്പൊ നമ്മൾ ഭേദഗതി ചെയ്യണമെന്ന് പറയുന്ന 54 നെഹ്റുവിന്റെ ബില്ല്, 95 മൻമോഹൻ സിംഗിന്റെ ബില്ല്, 95 നരസിംഹറാവുവിന്റെ ബില്ല്, 2013 മൻമോഹൻ സിംഗിന്റെ ബില്ല്. 2013 മൻമോഹൻ സിംഗിന്റെ ബില്ല് വന്ന സമയത്ത് ഒരു പക്ഷേ വേണ്ട വിധം ഇന്ത്യയിലെ പ്രതിപക്ഷം പഠിക്കാതെ പോയതുകൊണ്ടാകാം 120 സീറ്റ് അന്ന് BJPക്ക് ഉണ്ട് പാർലമെന്റിൽ നിന്നാണ് എന്റെ ഓർമ്മ, അല്ലെ? 119 സീറ്റ് ഉണ്ട്. ഞാൻ ആദ്യം കണ്ട ഒരു കാഴ്ച ഇന്നത് ഓർക്കുമ്പോൾ എനിക്ക് അശ്ലീൽ നിറഞ്ഞ കാഴ്ചയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ ആദ്യം ചെന്ന് കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്നത് മുക്താർ അബ്ബാസ് നഖ്വിയാണ് എന്നത് ഓർക്കാത്തവരുണ്ടെങ്കിൽ ഓർക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇതുകൊണ്ടൊന്നുമല്ല, എനിക്ക് എന്റെ സങ്കടം കൊണ്ടാണ്. വല്ലതും മൗലികമായി നടക്കുമോ? ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ ഇങ്ങനെ മതിയോ? JPCക്ക് വിടേണ്ടതുണ്ടായിരുന്നുവോ? 1. 2, മൗലികമായ കാര്യം. ഇപ്പൊ 2013 പഠിച്ചില്ല എന്നുള്ളൊരു കുറ്റമൊന്നുമല്ല. 2013 വഖഫ് ബില്ലിന്റെ അപകടം പഠിച്ചില്ല എന്നുള്ള ഒരു കുറ്റമല്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ കുറെ കൂടി എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ JPC പോലുള്ള സംവിധാനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ട ഒരു ബില്ല് ആയിരുന്നില്ല ഇത് എന്നും ആർട്ടിക്കിൾ 370 പോലെ, രാമക്ഷേത്ര നിർമ്മാണം പോലെ, ഈ നോട്ട് നിരോധനം പോലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടിയിരുന്ന ഒരു നിയമമാണിത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുനമ്പത്തെ പാവങ്ങളോടും അവർക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ ഐക്യപ്പെടുന്ന ഹിന്ദു ഐക്യവേദിയുടെ ഈ കൺവെൻഷനോടും ഐക്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.